പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, സ്നേഹിതർ നിന്നെ കൈവിട്ടു, അവർ നിന്നെ മറന്നു കളഞ്ഞു. നീ ആശ്രയിച്ചവരും നീ പ്രതീക്ഷിച്ചവരുമായ പലരും നിന്നെ ഉപേക്ഷിച്ചു. എന്നാൽ കർത്താവിൻ്റെ വചനം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഐ വിൽ നെവർ ലീവ് യു ആസ് ഓർഫൻസ്, ഐ വിൽ കം വിത്ത് യു. എത്ര ആശ്വാസം നൽകുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. കർത്താവ് പറയുക, കർത്താവ് നമ്മളെ അനാഥരായി വിടത്തില്ല. ഒരു വ്യക്തിക്ക് തൻ്റെ മാതാവോ പിതാവോ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പിന്നെ ആ വ്യക്തിയെ വിളിക്കുന്നത് താനൊരു അനാഥനാണ്, അല്ലെങ്കിൽ താനൊരു അനാഥയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് നമുക്ക് നൽകുന്നൊരു വാഗ്ദത്തം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ കൂടെ വരുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഹി വിൽ കം വിത്ത് us. ആരും നിൻ്റെ കൂടെ ഇല്ലെങ്കിലും നിൻ്റെ കൂടെ കർത്താവുണ്ട്. എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്നൊരു ചിന്ത നിനക്ക് വേണ്ട. നിൻ്റെ കൂടെ നിൽക്കുവാൻ ഈ ഉലകത്തിലൊരു കർത്താവുണ്ട്.